blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കുള്ള പ്രത്യേകിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതൊക്കെ നമ്മുടെ കോൾ സെൻറ്റർ ഫോൺ നമ്പറിൽ വിളിച്ച് പറയാവുന്നതാണ്. അത് ഞങ്ങൾക്കൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. നിങ്ങൾക്ക് കത്തുകൾ എഴുതാം, ഇമെയിലുകൾ അയക്കാം. യു ആർ വെൽക്കം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തമ്പാൻ വർഗീസ് ഫ്രം കാക്കനാട്, എറണാകുളം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന് കുടുംബത്തിനുമായി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ചേർന്ന് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. തമ്പാൻ വർഗീസിനെയും അദ്ദേഹത്തിൻ്റെ വൈഫ് ഒനീറ്റ വർഗീസിനെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഫാദർ, റിലീസ് ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് അപ്പോൺ ദം ലോർഡ്. വി പ്രേ ഫോർ ഹെൽത്ത്, spiritual blessings and all kinds of blessings to come upon them, Father. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ആത്മീയ അനുഗ്രഹങ്ങൾ സകലവും അവരുടെ മേൽ വന്ന് ചേരട്ടെ. ഈ കുടുംബത്തെ ഈ ഭൂമിയിൽ നിയമിച്ച് ആക്കി വച്ചിരിക്കുന്നത് എന്തിനോ ആ പർപ്പസ് മുഴുവനായും നിറവേറ്റുവാൻ ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ബ്ലെസ്സിങ് ദം, ഫാദർ. ഇൻ ജീസസ് നെയിം, ആമേൻ. Amen. Special thanks to this family for sponsoring today's episode. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് യേശുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിറയാൻ സാധിക്കും. അതോടൊപ്പം മില്യൺസ് അറൗണ്ട് ദ ഗ്ലോബ് വിൽ ബി ബ്ലസ്ഡ് ത്രൂ യു. തുടർന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകും. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇത് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. അന്ന് അവിടെ വന്നവർ അനുഗ്രഹിക്കപ്പെട്ടു, അതുപോലെ തന്നെ നിങ്ങളെയും ഈ സന്ദേശം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സക്കായി എന്ന് പേരുള്ളൊരു മനുഷ്യൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരുന്ന ചരിത്രം ആരെല്ലാം വായിച്ചിട്ടുണ്ട്? ബൈബിൾ വായിച്ചിട്ടുണ്ട്. യേശുവിനെ കാണാൻ വേണ്ടി ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടമാണ്. തനിക്കാണെങ്കിൽ പൊക്കം കുറവാണ്. അതുകൊണ്ട് യേശുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ അയാൾ ഓടിച്ചെന്ന് ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് യേശുവിനെ കാണാൻ വേണ്ടി, റോഡിലൂടെ യേശു വരുമ്പോൾ യേശുവിനെ കാണാൻ വേണ്ടി അദ്ദേഹം കയറിയിരുന്നു. യേശു എന്താ ചെയ്തത്? കൈയോടെ തന്നെ അറസ്റ്റ് ചെയ്തു. യേശു പറഞ്ഞു, സക്കായിയെ വേഗം താഴെ ഇറങ്ങി വാ. ഇറങ്ങി വന്നിട്ട് യേശു താനുമായി സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ആ ഉള്ളിലെ ആത്മദാഹം കണ്ടിട്ട് യേശു പറഞ്ഞു, കുറെ നേരം നീ എന്നെ കണ്ടോ? എല്ലാവരും ഒരു ഒറ്റ നോട്ടം കണ്ടിട്ട് വീട്ടിൽ പോവുക. പക്ഷെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇന്ന് മുഴുവൻ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കും. നിനക്ക് സംശയങ്ങൾ ചോദിക്കാം, വചനങ്ങൾ പറഞ്ഞു തരാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് വാർക്കാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടും കർത്താവ് അത് പറയാം, ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് പോയിട്ട് ഒന്ന് യേശുവിനെ ഒന്ന് കേട്ടിട്ട് പോരാം. നോ 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 നോ. യേശു പറയാം, ഞാൻ നിന്നോട് കൂടെ ഒരു ദിവസമല്ല, എന്നേക്കും നിന്നോടുകൂടെ വസിക്കാൻ വേണ്ടി, ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി നിന്റെ ഉള്ളിൽ ഞാൻ വരും, നിന്റെ ഭവനത്തിൽ ഞാൻ വരും. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിച്ചും കളയുകയില്ല. ഇതാ യേശു പറയുന്നത്. ആ സക്കായിയുടെ വീട്ടിലേക്ക് യേശു ചെന്നു കഴിഞ്ഞപ്പോൾ സക്കായി ഉടൻ തന്നെ പറയുക, ഞാനൊരു ചുങ്കക്കാരനാ, ചുങ്കക്കാരിൽ പ്രധാനിയാ. പലരോടും ഞാൻ പലതും എന്ത് ചെയ്തിട്ടുണ്ട്? ചതിവായി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. അപ്പൊ അതുവരെ മോഷ്ടിച്ചവനാ സക്കായി.
യേശു ഉള്ളിൽ വന്നപ്പോൾ അവൻ എന്താ പറയുന്നത്? ഇനി ഞാൻ മോഷ്ടിക്കയില്ല, മാത്രമല്ല ഇതുവരെ മോഷ്ടിച്ചതല്ല ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മറ്റൊരാളുടെ വസ്തുവക നിന്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു നോട്ടാകാം, പണമാകാം, സ്വർണമാകാം, നിലമാകാം, വീടാകാം, എന്തുമായിക്കൊള്ളട്ടെ, തിരിച്ചു കൊടുത്തേക്കണം. അതിന്റെ അവകാശി വേറെയാ, ഉടമസ്ഥൻ വേറെയാ. അത് തിരിച്ചു കൊടുത്തേക്കണം. പരിശുദ്ധാത്മാവ് എന്ത് ഓർമ്മിപ്പിച്ചാലും തിരിച്ചു കൊടുക്കണം. കാരണം എന്താ? നമ്മൾ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണ്. കർത്താവിന്റെ ഏറ്റവും ഉത്തമമായ കലാസൃഷ്ടിയാണ് നമ്മൾ. സൽപ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും സൽപ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, ഞാൻ ആർക്കും ഒരു ഉപകാരവും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കാനാണോ യേശു പറഞ്ഞത്? അല്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. അവരവരെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. അങ്ങനെയുള്ളവർ നല്ല പ്രവർത്തികൾ ചെയ്യും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്, അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ അവരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി പ്രകാശിക്കട്ടെ. അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കണം. ഹല്ലേലൂയ. ഉറക്കം വരാത്ത ഒത്തിരി പേരുണ്ട്. അവരുടെ പ്രശ്നത്തിന്റെ പേരാണ് ഇൻസോംനിയ, ഉറക്കമില്ലായ്മ. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് ഞാൻ പറഞ്ഞു തരാം. പറയട്ടെ, ഏറ്റവും നല്ല അതിനുള്ള മരുന്ന് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് അല്ല, ഉറക്കഗുളികയല്ല. ഏറ്റവും നല്ല മരുന്ന് ആ ദിവസം ഒരു 10 പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു നന്മയായാലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾ ബസ് കാത്തു നിൽക്കുക. ബസ് കാത്തു നിൽക്കുമ്പോൾ പ്രായം ചെന്ന 80-ലധികം വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഒരു കാലെടുത്ത് വെക്കും, ബസ് വരുന്നത് കാണുമ്പോൾ പുറകിലേക്ക് പോകും. വീണ്ടും ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ആ അമ്മച്ചിയുടെ കയ്യെ പിടിച്ച് പതുക്കെ റോഡ് മുറിച്ച് കടത്തി അടുത്തൊരു ബസ്സിൽ കയറാനാണെങ്കിൽ ആ ബസ്സിന്റെ ബോർഡ് വായിച്ച് അമ്മച്ചിയെ ഒന്ന് കയറ്റി വിടുക. ഒരു സൽപ്രവൃത്തി. ഇതുപോലെ ഒരു 8-10 സൽപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലയിണയിൽ മുട്ടുന്നതിന് മുൻപ് നിങ്ങൾ ഉറങ്ങിയിരിക്കും. ഹല്ലേലൂയ. കാരണം മറ്റുള്ളവർക്ക് സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു വലിയ ദൈവിക സമാധാനം ഉള്ളിലേക്ക് വന്ന് നിറയും, ഒരു വലിയ സംതൃപ്തി ഉള്ളിലേക്ക് വന്ന് നിറയും. അത് കൂടാതെ ഈ ചെയ്യുന്നതിനെല്ലാം സ്വർഗത്തിൽ പ്രതിഫലം വേറെയുമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിലാകുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ പുനർസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പഴയ സ്വഭാവങ്ങൾ മാറുകയാണ്. പണ്ട് കാലത്ത് ഭയങ്കര പിശുക്കുണ്ടായിരുന്ന ചിലർ എനിക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ പറയും, അറുത്ത കൈക്ക് അവൻ ഉപ്പ് തേക്കുകയില്ല. അതുപോലെ പിശുക്കൻ, പിശുക്കൻ. പക്ഷെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആ പിശുക്ക് മാറുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മിലേക്ക് വരും. വി വിൽ ബിക്കം എ ഗിവർ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം പിശാചിന്റെ സ്വഭാവം അല്ല, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. Giving nature is God's nature. Why? കാരണം ഏറ്റവും നല്ലതിനെ പിതാവായ ദൈവം നമുക്ക് തന്നു. അതെന്താണത്? വീടല്ല, ഭാര്യയല്ല, മക്കളല്ല. പിന്നെന്താണത്? യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. Nobody can beat God in giving. കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ദൈവത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ദൈവം നൽകുന്നത് പോലെ ആർക്കും നൽകാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒന്നും വേണ്ട, നമ്മൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു വിടുന്ന പ്രാണവായു ഇല്ലേ, അത് ദൈവം തന്നതാ. ധാരാളമായി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെങ്ങാലും ഇപ്പൊ നമുക്കറിയാം, ഗ്യാസ് സിലിണ്ടറിന് ഭയങ്കരമായ ക്ഷാമം വന്നിട്ട് വീട്ടമ്മമാരൊക്കെ കൊടി പിടിച്ചുകൊണ്ട് പല ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുക, ക്യൂ നിൽക്കുക, പ്ലാക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുക. ഈ ഗ്യാസിനെങ്ങാലും ഒരു ക്ഷാമം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഹലോ,
നമ്മളിങ്ങനെ ശ്വസിച്ചു വിടുന്ന ഈ ഗ്യാസിന് ഒരു ക്ഷാമം വന്നാൽ എവിടെ പോയി കൊടി പിടിക്കും? ഭയങ്കരമായ ക്ഷാമം വന്നിട്ട് ഈ മാസത്തേക്ക് ഇത്ര വോളിയമുള്ള ഒരു സിലിണ്ടർ തന്നേക്കാം, പുറത്ത് ഫിറ്റ് ചെയ്ത് തരികയാണ് ഒരു കുറ്റി. ആ ഒരു കുറ്റിയുമായിട്ട് നമ്മൾ നടക്കുകയാണ്. അത് തീർന്നു പോയി, ആ മാസത്തിൽ ഒന്നേ ഉള്ളൂ, വേണമെങ്കിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ദൈവം ധാരാളമായി പ്രാണവായുവിന് നമുക്കെല്ലാവർക്കും ശ്വസിക്കാൻ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഗിവിംഗ് നേച്ചർ ഈസ് ഗോഡ്സ് നേച്ചർ. അതുകൊണ്ട് യേശു പറഞ്ഞ് ചോദിപ്പിൻ, സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിപ്പിൻ, അവൻ നിനക്ക് ധാരാളമായി തരും. 1 തിമോത്തിയോസ് 6:17 പറയുന്നു, ഈ ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ അനുഭവിക്കുവാൻ ധാരാളമായി നൽകുന്ന ദൈവമത്രേ. ദൈവത്തെക്കുറിച്ച് ഒത്തിരി പേർക്ക് ശരിയായ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് അവർ വിചാരിക്കും ദൈവം ഒരു ദുഷ്ടനാ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തിന്റെ സ്വഭാവത്തെ അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ദൈവത്തെ അറിയണം. രണ്ടാമതായി നമ്മൾ അറിയേണ്ടത് നമ്മളെ തന്നെയാണ്. ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, നാം എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. 2, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവേശുവിൽ പുനർസൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആ പുനഃസൃഷ്ടി നിമിത്തം നമ്മൾ എന്തായി മാറി? ദൈവത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടിയായി മാറി. കാരണം ക്രിസ്തുവേശുവിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിലെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായി മാറുന്നു. ഒരുവൻ ക്രിസ്തുവിന്റെ അകത്തായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, എ മാൻ ഇൻ ക്രൈസ്റ്റ്, എ വുമൺ ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറിയിരിക്കുക. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവിടെ പറയുന്നത് പഴയത് കഴിഞ്ഞുപോയി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ പഴയത് കഴിഞ്ഞുപോയി. നന്നായിട്ട് പറ, ഒന്നുകൂടി പറയ്. ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ സകലവും പുതുതായി മാറുകയാണ്. നിന്റെ ജീവിതം മുഴുവൻ അവൻ മാറ്റിമറിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പഠിക്കാൻ പോയ കാലത്ത്, സ്കൂളിൽ പോയ കാലത്ത് അത്ര നന്നായിട്ടൊന്നും പഠിച്ചില്ലെന്നിരിക്കട്ടെ, നല്ല മാർക്കൊന്നും കിട്ടിയില്ല, കൂടുതലൊന്നും പഠിക്കാനും പറ്റിയില്ല, ഒത്തിരി പരാജയം കണ്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷെ കർത്താവ് പറയുന്നു, ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ആ പരാജയത്തിന്റെ ചാപ്റ്ററുകൾ പഴയതായി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. നിന്റെ പള്ളിക്കൂടത്തിലെ പെർഫോമൻസ് നോക്കിയിട്ടല്ല നിന്റെ ഭാവി ദൈവം തരുന്നത്. ക്രിസ്തുവേശുവിലാണ് നിന്റെ ഫ്യൂച്ചർ. 70 വയസ്സിലധികം പ്രായമുള്ള ചിലർ എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞിട്ടുണ്ട്. അവർ പറയാറുണ്ട്, അയ്യോ ബ്രദറെ, എനിക്ക് നന്നായി പഠിക്കാൻ സാധിച്ചില്ല, അപ്പൻ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചില്ല, എനിക്ക് ഒത്തിരി നല്ല വിവാഹാലോചനകൾ വന്നതാണ്, പക്ഷെ അവസാനം ഞാൻ കെട്ടിയത് ഒരു വല്ലാത്ത പെണ്ണിനെയാണ്. ഇങ്ങനെ 70 വയസ്സുള്ള ഒരാള് പഴയ കാലത്തെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ ഭാണ്ഡവുമായിട്ട് ഇങ്ങനെ നടക്കുക. എൻ്റെ ജീവിതം ആകെ പോയി, എല്ലാം തകർന്നു പോയി എന്നാ പറയുന്നത്. ഒരാൾ പറയും, ഞാൻ കേട്ടു, ഏതോ ഒരു പ്രാവശ്യം പോയപ്പോൾ സൈക്കിൾ ഇടിച്ചു, അതിനുശേഷം എനിക്ക് ഇതുവരെ സൈക്കിൾ ചവിട്ടാൻ പറ്റിയിട്ടില്ല, വയസ്സിപ്പോൾ ഒത്തിരിയായി. അല്ല, ദുഃഖമാണ്, പരാജയമാണ്, ഞാനൊരു പരാജയമാണെന്നാ പറയുന്നത്. പക്ഷെ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയ പരാജയത്തിന്റെ സകലവും കൂടെ ഒരു ഭാണ്ഡക്കെട്ടിലിട്ട് അതിനെ എവിടെയെങ്കിലും കർത്താവ് മുദ്ര വെച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുകയല്ല, അത് കത്തിച്ചവൻ ശാമ്പലാക്കി. ക്രിസ്തുവേശുവിൽ നീ പുതുതായി തീർന്നിരിക്കുന്നു. യേശുവിൽ നിനക്ക് നല്ല ഒരു ഭാവി നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ ഇവിടെ ഇരിക്കുന്ന സദസ്സിനോട് ചോദിക്കുകയാണ്, ഈ പഴയ ചരിത്രവും പഴയ കാലത്ത് നിങ്ങൾ ഒരു വലിയ മുട്ടൻ പാപിയായിട്ടായിരിക്കാം ജീവിച്ചത്, നാടിനെ നടുക്കിയ ഒരു സാമൂഹ്യ ദ്രോഹി ആയിരുന്നിരിക്കാം നിങ്ങൾ. അതൊന്നും ഒരു പ്രശ്നമല്ല. ക്രിസ്തുവേശുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറി, ഒരു മാസ്റ്റർ പീസായി മാറിയിരിക്കുക. അതിന്റെ ക്രെഡിറ്റ് നിനക്കല്ല, ദൈവത്തിനാ. പരിശുദ്ധാത്മാവിൽ ദൈവം നിന്നെ എല്ലാം കൂടെ നവീകരിച്ച് ഒരു പുതിയ ക്രിയേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒത്തിരി പേര് യേശുവിൽ വിശ്വസിച്ചിട്ട് ഇന്നും ദുഃഖിച്ചാണ് ജീവിക്കുന്നത്, നിരാശയിലും ദുഃഖിച്ചു. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഭയങ്കരമായ ഒരു കൈയടിക്കും,
തുള്ളും, ചാടും, മറിയും, വലിയ പാട്ടൊക്കെ പാടും. അവരൊരു ഹാലേലൂയ കേട്ടാൽ അപ്പുറത്തെ അമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതുപോലെ ഹാലേലൂയയും പ്രൈസ് ദി ലോർഡൊക്കെ പറയും. പക്ഷെ കുറച്ചങ്ങ് കഴിയുമ്പോൾ, മീറ്റിംഗ് കഴിയുമ്പോൾ നിരാശയുടെ വലിയൊരു കിണറ്റിലോട്ടങ്ങ് വീഴും. കാരണം എന്തെന്നറിയാമോ? പഴയ കാര്യങ്ങൾ വീണ്ടും ചിന്തയിൽ വരും. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? പഴയത് കഴിഞ്ഞു പോയി, ഞാൻ അതിനെ എടുത്തു കളഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ഭൂതകാലത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ ദൈവം നിനക്ക് ലൈസൻസ് തന്നിട്ടില്ല. യേശു തന്റെ രക്തം കൊണ്ട് നിന്റെ ഭൂതകാലത്തെ കഴുകി വൃത്തിയാക്കി തുടച്ച് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുക. ഈ മകന്റെ പേര് ശോഭിച്ചൻ എന്നാണ്. തന്റെ തൊട്ടുപുറത്ത് നിൽക്കുന്ന കുഞ്ഞമ്മ ജോസ് തന്റെ അമ്മച്ചിയാണ്. ഇത് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഉള്ളിൽ വല്ലാതെ ദുഃഖം തോന്നും. വളരെ ചെറുപ്രായത്തിൽ ക്രൂരമായി തന്നോടൊരു വ്യക്തി ഇടപെട്ടത് മുഖാന്തരമാണ് ഈ നടുവേദന വന്നത്. 10ാമത്തെ വയസ്സിൽ തന്റെ അച്ചാച്ചന്റെ വീട്ടിൽ ചക്കയിട്ടു. ചക്കയിട്ടുള്ളപ്പോൾ അത് അച്ചാച്ചന് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടാത്ത മുഖാന്തരം അച്ചാച്ചൻ ചെയ്ത് കോളറിൽ പിടിച്ച് നിലത്ത് 10ാമത്തെ വയസ്സിൽ നിലത്തടിച്ചു. അതിനുശേഷം തന്റെ 2 വശത്തും ഈ 2 വശത്തും മാറി മാറി ഒത്തിരി ഉപദ്രവിച്ചു. അത് മുഖാന്തരം തനിക്ക് നടുവേദന വന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന ശോഭിച്ചൻ എന്ന് പറഞ്ഞ ഈ മകന് 24 വയസ്സുണ്ട്. അപ്പോൾ 10ാമത്തെ വയസ്സിലാണ് തുടങ്ങി. 14 വർഷത്തോളം ഈ നടുവേദന, ജോലി എടുക്കാൻ പറ്റത്തില്ല, കുനിയാൻ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട്. കാരണം അതുപോലെ നട്ടലിന്റെ ഈ ഭാഗത്ത് പ്രശ്നമുണ്ടായി. ഈ 2 വശത്തും അന്ന് ഇടിച്ചത് മുഖാന്തരം വേദനയുണ്ടായി. ഒത്തിരി ആയുർവേദ പിഴിച്ചിലും എല്ലാം നടത്തി, ഇംഗ്ലീഷ് മരുന്ന് നടത്തി. പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ ആന്റി പറയുന്നത് ഇങ്ങനെയാണ്: 2 മാസം മുമ്പ്, അതായത് ഇപ്പൊ 3 മാസത്തോളമായി, ഓഗസ്റ്റ് മാസത്തിലാണ് ഇവരുടെ വീട്ടിൽ TV ആദ്യമായി വാങ്ങിച്ചത്. അതിരാവിലെ ഇങ്ങനെ TV ഓൺ ചെയ്ത് പെട്ടെന്ന് ആകസ്മികമായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. പ്രോഗ്രാം കണ്ട് അതിനുശേഷം ഈ ആന്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒക്ടോബർ മാസം, ഈ ഒക്ടോബർ മാസം ആദ്യത്തെ ആഴ്ച അന്ന് സിസ്റ്റർ ക്ഷമയാണ് രാവിലെ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ ശുശ്രൂഷ കൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ സിസ്റ്റർ ക്ഷമ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: നടുവേദനയുള്ള വ്യക്തികളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. ഇരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നടുവിന് വേദനയുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. കർത്താവെ, നീ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം വെച്ച് അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. ആ ഭാഗത്ത് പൂർണ്ണമായി വിടുതൽ നടക്കട്ടെ. പക്ഷേ ഈ TV പ്രോഗ്രാം ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് ഈ അമ്മച്ചിയായിരുന്നു. മകൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മകൻ ഓടിക്കൊണ്ട് പറഞ്ഞു: അമ്മേ, ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയി, പക്ഷെ എനിക്ക് ഇതുവരെയായിട്ട് ഒരു കുറവുമില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ അമ്മച്ചി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നടുഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, യേശുവിന്റെ കരം വെച്ച് സൗഖ്യമാക്കുന്നു പറഞ്ഞപ്പോൾ ഈ അമ്മ ചെയ്തത് ആ മകന്റെ നടുവിലേക്ക് ആ കൈയെടുത്തു വെച്ചു പ്രാർത്ഥിച്ചു. ആ മകൻ പറഞ്ഞത് ഇതാണ്: ആ നിമിഷം തന്നെയും തന്റെ 2 വശത്ത് ഉള്ള വേദന പോയി, തന്റെ നടുവിനുള്ള വേദന പോയി. ഇന്ന് കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ മകൻ എടുക്കുന്ന ജോലി നടുവേദനയുള്ള ഒരു വ്യക്തി എടുക്കേണ്ട ജോലിയല്ല. കാരണം ലോറിയിൽ നിന്നും മണലെടുക്കുന്ന ജോലിയാണ് ഈ മകൻ എടുക്കുന്നത്. അത് മാത്രമല്ല, താൻ മറ്റ് ഭാരപ്പെട്ട പണികളും എല്ലാം എടുക്കുന്നു, കുനിഞ്ഞും നിവർന്നുമുള്ള പണിയെടുക്കുന്നു. 24 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ യേശു കർത്താവ് നാശത്തിന് വിട്ടുകൊടുത്തില്ല. ഇവിടെ വേദന ഇപ്പൊ ഇല്ല, വേദനയില്ല. ഇല്ലല്ലോ. ഒന്ന് കുനിഞ്ഞു നിൽക്കാമോ? ഒന്നുകൂടി കുനിഞ്ഞു നിന്നോ. വേദനയുണ്ടോ? ഇല്ല. 10ാമത്തെ വയസ്സിൽ സ്വന്തം അച്ചാച്ചന്റെ ക്രൂരമായ മർദ്ദനം നിമിത്തം 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള അത്രയും വർഷങ്ങൾ അനുഭവിച്ച വേദന, 14 വർഷം അനുഭവിച്ച വേദന യേശു കർത്താവ് എടുത്തു മാറ്റി. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നട്ടലിന് പ്രയാസമുള്ള സകലരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കിടക്കയിൽ തന്നെ കിടക്കുന്നവർ, വെയിറ്റുകൾ കാലിൽ കെട്ടിത്തൂക്കി കിടക്കുന്നവർ, ട്രാക്ഷനിലായിരിക്കുന്നവർ, വിവിധ സർജറി പറഞ്ഞിരിക്കുന്നവർ, ബാക്ക് പെയിൻ ഉള്ളവർ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഡിസ്കുകൾ അകന്നത്, അടുത്തത്, യേശുവിന്റെ നാമത്തിൽ നിരതെറ്റിയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ.
നട്ടലിന്റെ രോഗങ്ങൾ മാത്രമല്ല, ഏത് രോഗവും സൗഖ്യമാക്കുവാൻ യേശുവിന് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന നല്ല ഡോക്ടറായ സ്പെഷ്യലിസ്റ്റായ യേശുവിൻ്റെ നാമത്തിൽ സകല ദീനവും വ്യാധിയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Be healed in the mighty name of Jesus. എല്ലാവരും കൈകളെ ഉയർത്തി വിശ്വാസത്താൽ സൗഖ്യത്തെ സ്വീകരിച്ച് നന്ദി പറയാൻ തുടങ്ങാം. എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങാം. എല്ലായിടങ്ങളിലും സ്തുതിച്ചാലും, യേശുവിനെ സ്തുതിച്ചാൽ വിശ്വാസത്താൽ ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. താങ്ക് യു ഫോർ ദ ഹീലിംഗ് ഫാദർ, ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണ അവസരം. ഫെബ്രുവരി 11 തിങ്കളാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484-422-100, 0484-422-101. ഈ സമയത്ത് ഇപ്പോഴും പാപജീവിതത്തിലും ഇപ്പോഴും തെറ്റായ മാർഗങ്ങളിലുമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഇതുവരെ പാപത്തിൻ്റെ പരിഹാരമായി യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഹൃദയം യേശുവിനായി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. തുടർന്നും ആ രീതിയിൽ നിങ്ങൾ ജീവിക്കുക. ഇപ്പോൾ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹൃദയത്തിൽ വിശ്വസിക്കുക. TV സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടിപ്പിടിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. അതുപോലെ മറ്റ് എല്ലാ രോഗങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെറുതും വലുതുമായ രോഗങ്ങൾ ഇൻ ജീസസ് നെയിം. തൈറോയിഡ് പ്രോബ്ലം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ബ്രോങ്കൽ ഏരിയയിലുള്ള ആ പ്രയാസങ്ങളൊക്കെ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കോളർ ധരിക്കുന്ന ചില വ്യക്തികൾ, ഈ കഴുത്തിന് ചുറ്റും കട്ടിയുള്ള കോളർ ധരിക്കുന്ന, കഴുത്തിന് തേയ്മാനമോ സ്പോണ്ടിലൈറ്റിസോ ഉള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം ആകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ നിന്നും മാറി ആ രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ റേഡിയേഷനിലൂടെയോ കീമോതെറാപ്പിയിലൂടെയൊക്കെ പോകുന്നവരാകാം. എന്നല്ല, യേശുവിൻ്റെ വിടുതൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയാണ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യം എന്തുമായിക്കോട്ടെ, എന്നോടൊപ്പം വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സകല നന്മയും നൽകുന്ന ദൈവമേ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. ഏത് രോഗമായിരുന്നാലും സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലുള്ള എപ്പിസോഡുകൾ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി. തിങ്കളാഴ്ച അടുത്ത ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത തിങ്കളാഴ്ച ദി ABC ഫോർമുല ഫോർ സക്സസ്, വിജയത്തിൻ്റെ സൂത്രവാക്യം, ആ പരമ്പര തുടരുകയാണ്. ഒന്നുപോലും മിസ് ചെയ്യരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു അഗെയിൻ. Welcome to Blessing Today Bible and You Mega Contest. അടുത്ത റൗണ്ട് കമ്പാരിസൺ റൗണ്ടാണ്. താരതമ്യം. 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സുവിശേഷകന്മാർ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ കൂടിയും കുറഞ്ഞും ഒഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ആ വ്യത്യാസം കണ്ടെത്തുന്ന റൗണ്ടാണ് കമ്പാരിസൺ റൗണ്ട്. ഇതിന് മാർക്ക് നൽകുന്നത് ഒരു ചോദ്യമായിരിക്കും ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്. ഇതിന് ഒരു ചോദ്യത്തിന് 100 മാർക്കാണ് ശരിയായ ഉത്തരത്തിന് ലഭിക്കുന്നത്. എന്നാൽ ആ ഉത്തരം വളരെ കൃത്യമല്ലെങ്കിൽ, എന്നാൽ ഏകദേശം ശരിയുമാണ്, വളരെ കൃത്യമല്ലെങ്കിൽ 30 മാർക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം റെജീനയോടാണ്. യേശുവിനുണ്ടായ
പ്രലോഭനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പരീക്ഷണങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ 1-ാമത്തെ പ്രലോഭനത്തിൽ യേശുവിന്റെ മറുപടിയിൽ പ്രകടമായൊരു വ്യത്യാസം കാണാം. എന്താണത്? മത്തായിയുടെ സുവിശേഷത്തിൽ ഉത്തരം അറിയില്ല, ഉത്തരം പറയാൻ സാധിച്ചില്ല. അത് ഇപ്രകാരമാണ് മത്തായിയിൽ എഴുതിയിരിക്കുന്നത്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അത്രേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ മത്തായിൽ കുറച്ചുകൂടി വിശദമായി എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. അതായിരുന്നു ആ വ്യത്യാസം.